Hi all, welcome to once. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് സെഷൻ ഇൻട്രൊഡക്ഷൻ ടു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. സോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ബേസിക്കലി നമുക്ക് രണ്ട് പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദി ട്രാൻസ്മിറ്റർ ആൻഡ് ദി റിസീവർ എൻഡ്. ഈ ട്രാൻസ്മിറ്ററും റിസീവറും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ്. ഓക്കെ, സോ ഈ ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്രാം നമ്മൾ ഓൾറെഡി ഇനിയും ഡിസ്കസ് ചെയ്യും. എനിവേ, ഇതിൽ ബേസിക്കലി ഒരു ഡ്രൈവ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിഗ്നൽസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ലൈറ്റ് സോഴ്സ് ആക്കി മാറ്റണം. ലൈറ്റ് സോഴ്സ് ആക്കിയതിന് ശേഷം ആ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഡിറ്റക്ടറിലേക്ക് എത്തിക്കുന്നു. നമുക്കിവിടെ ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് അവൈലബിൾ ആണ്. സോ ആ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനെ കറണ്ടാക്കി മാറ്റും. ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയതിന് ശേഷം then it is given to the demodulator. Once it is demodulated, നമുക്ക് ഒറിജിനൽ സിഗ്നലിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ കേബിളിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. നൗ എന്തൊക്കെയാണ് ബേസിക്കലി ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ സിഗ്നലിനെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? സിഗ്നലിനെ ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഒരു മൈക്രോഫോണിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു സൗണ്ട് സിഗ്നലാണ്, അല്ലേ? ആ സൗണ്ട് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. സോ അവിടെ നമുക്ക് ബേസിക്കലി ഒരു ട്രാൻസ്ഡ്യൂസർ കാണും. സോ ഈ ട്രാൻസ്ഡ്യൂസറാണ് നമ്മൾ ഈ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയ സൗണ്ടിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്. സോ നൗ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. നൗ ഈ സിഗ്നലിനെ നമുക്ക് ഫൈബറിലൂടെ കടത്തിവിടണമെങ്കിൽ അതിനെന്താക്കി മാറ്റണം? നമ്മൾ അത് ലൈറ്റ് ആക്കി മാറ്റണം. സോ ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ലൈറ്റ് ഫോം. നൗ ഈ ലൈറ്റ് ഫോമിലേക്ക് ആക്കുമ്പം വളരെ വീക്ക് ആവരുത് സിഗ്നൽ, അല്ലേ? വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റോർഷൻ സംഭവിക്കും, നമുക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടില്ല, ഇൻഫർമേഷൻ മേ ബി ലോസ്റ്റ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ സിഗ്നൽ വീക്ക് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആവാൻ പാടില്ല. ഓക്കെ, ദെൻ റിസീവർ എൻഡിൽ എത്തുമ്പം തിരിച്ച് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കേണ്ട ഒരു സർക്യൂട്ടറി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അവിടെ ഒരു ഡിറ്റക്ടർ സർക്യൂട്ടും ഡീമോഡുലേറ്റർ സർക്യൂട്ടും ഉണ്ടാവും. Now, what are the advantages of optical fiber transmission? Okay, so നമ്മളൊരു സാധാരണ ഒരു കോപ്പർ കേബിളിനെ കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ എക്സ്ട്രീംലി ഹൈ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, സാധാരണ ഒരു കോപ്പർ കേബിളിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൂടുതലാണ്. ദെൻ ഡാറ്റ ക്യാൻ ബി സെൻഡ് ത്രൂ ലോങ്ങർ ഡിസ്റ്റൻസസ്. കുറേ അധികം ദൂരം ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. നമുക്കറിയാം കോപ്പർ കേബിൾസിൽ വരുന്നൊരു പ്രശ്നമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ് യൂസ് ചെയ്യുന്നത് കാരണം തന്നെ നമുക്ക് ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസസ് വരാനുള്ള സാധ്യതയില്ല. ആൻഡ് വി ഹാവ് വെരി ലോ റേറ്റ് ഓഫ് ബിറ്റ് എറർ. ഇറ്റ് ഈസ് അറൌണ്ട് 10 raised to 10 to the power of -13. അപ്പോൾ അത്രയും ബിറ്റ് എറർ റേറ്റ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോയ്സ് ഫ്രീ. അപ്പോൾ സാധാരണ കോപ്പർ കേബിളിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും വളരെയധികം നോയ്സ് ഫ്രീ ആയിരിക്കും നമുക്കൊരു നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യുമ്പോൾ. ലോ സെക്യൂരിറ്റി റിസ്ക്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് ലീക്കിംഗ് എന്നൊരു പ്രോബ്ലം, അതായത് ഡാറ്റ ലോസ്റ്റ് ആവുക. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം നമുക്കിവിടെ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ യൂസ് ചെയ്യുമ്പം ഉണ്ടാവില്ല. ഓക്കെ, സോ your information is very secure. Okay, now small size. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് വളരെ തിന്നായിട്ടും ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. സോ ദാറ്റ് ഫോർ അതിൻ്റെ വെയ്റ്റും സൈസും, ഓക്കെ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്മോൾ സൈസ്, ഇത് രണ്ടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. സോ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈസിയർ ആണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയറും ആണ്. ആൻഡ് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ഓക്കെ, അതിൽ ഒരു ഫൈബറാണ് ഈ മൾട്ടിമോഡ് ഫൈബർ എന്നുള്ളത്. അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 mm.
ഓക്കെ, വെരി വെരി സ്മോൾ. എവിടേക്കാണ് ഫൈബർ ഓപ്റ്റിക് ട്രാൻസ്മിഷൻ അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻസ് എവിടേക്കാണെന്ന് നോക്കാം. സോ പൊതുവെ ഈ ടെലിഫോൺ സിസ്റ്റംസ്, ഓക്കെ, സോ ടെലിഫോൺ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പല കണക്ഷൻസ്, ഓക്കെ, സോ ലൈക്ക് എമർജൻസി കണക്ഷൻസ് ആയ ഫയർ, പോലീസ്, അതർ എമർജൻസി സർവീസസ്, ഓക്കെ, സോ ഇങ്ങനെയുള്ള എമർജൻസി സർവീസസ്, അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, CCTVs, ഓക്കെ, CCTVs, ദെൻ സബ്മറൈൻ കേബിൾ നെറ്റ്വർക്ക്സ്, ഓക്കെ, യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസസ്, ഓക്കെ, ആൻഡ് ഹോസ്പിറ്റൽ, സ്കൂൾസിലൊക്കെ തന്നെ നമ്മൾ ഈ സാധനം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഡീറ്റെയിൽഡ് ഡയഗ്രാം ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, സോ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് ബേസിക്കലി എന്താണുള്ളത്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണുള്ളത് അല്ലേ. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ലൈറ്റ് ആക്കി മാറ്റണം. സോ ദാറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രൈവ് സർക്യൂട്ട്. അപ്പോൾ ട്രാൻസ്മിറ്റർ എൻഡിൽ നമുക്ക് ബേസിക്കലി ഉള്ളത് ഒരു ഡ്രൈവ് സർക്യൂട്ട് ആണ്. ഓക്കെ, നൗ നമ്മൾ ആ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ്. ഓക്കെ, നൗ വി ഹാവ് എ റീജനറേറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീജനറേറ്റർ എന്നുള്ളത്. ഇപ്പോൾ റീജനറേറ്റർ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടറി ആണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സിഗ്നൽസിനെയാണ്. ദെൻ ആ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ നമ്മൾ ഫിൽറ്ററിങ്, ലൈക്ക് സിഗ്നൽ പ്രോസസ്സിങ്, ഫിൽറ്ററിങ്, ആംപ്ലിഫിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് എഗെയിൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഒപ്റ്റിക്കൽ സിഗ്നൽ. എന്നിട്ട് വീണ്ടും അതൊരു ഒപ്റ്റിക്കൽ കേബിൾ വഴി ആണ് റിസീവർ എൻഡിലേക്ക് എത്തുന്നത്. റിസീവർ എൻഡിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിറ്റക്ടർ സർക്യൂട്ട് ഉണ്ടാവും. ഓക്കെ, നൗ ഇഫ് ദി സിഗ്നൽ ഈസ് വെരി ഫീബിൾ, അതായത് വളരെ ചെറിയ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യണം, എന്നിട്ട് തിരിച്ച് അതിനെ ഡിമോഡുലേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ മെസ്സേജ് ഒറിജിൻ, അപ്പോൾ എന്തൊക്കെ പാർട്സ് എന്നുള്ളതാണിത്. മെസ്സേജ് ഒറിജിൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ മെസ്സേജ് സിഗ്നൽ അത് ചിലപ്പോൾ ഒരു സൗണ്ട് സിഗ്നൽ ആവാം, ഒരു ഇമേജ് സിഗ്നൽ ആവാം. ഓക്കെ, സോ അത് ബേസിക്കലി നമുക്കറിയാം ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ. സോ അതിനെ നമ്മൾ എന്താക്കണം, മാറ്റണം, ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റണം. സോ എക്സാമ്പിൾ മൈക്രോഫോൺ, ഇതൊക്കെ മൈക്രോഫോണിൽ നമ്മൾ വരുന്ന സൗണ്ട് സിഗ്നൽസ് ആണ് അല്ലേ. ദെൻ ലൈക്ക് TV ക്യാമറ. സോ ഓൾ ദീസ് സിഗ്നൽസ് ആർ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസറും അവിടെ ഇൻവോൾവ് ആണ്. പിന്നെ നമുക്കൊരു മോഡുലേറ്റർ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, സോ മോഡുലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ എന്നൊക്കെ ഉള്ളത്. സോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ലൈറ്റിനെയും മോഡുലേറ്റ് ചെയ്യണം. ഓക്കെ, വൺസ് ലൈറ്റിനെ മോഡുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി, ഫേസ്, ഇങ്ങനെയാണ് ഇതിലത്തെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ആയിരിക്കും മോഡുലേറ്റ് ചെയ്യപ്പെടുക. ഇനി ചാനൽ കപ്ലർ. ഓക്കെ, സോ ചാനൽ കപ്ലർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ചാനലിലേക്ക് പവർ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം ഒരു ഡിവൈസ് ആണ് ഈ ചാനൽ കപ്ലർ എന്നുള്ളത്. പിന്നെ നമുക്കുള്ളത് എന്താണുള്ളത്, ഇൻഫർമേഷൻ ചാനൽ. സോ ഇൻഫർമേഷൻ ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്തിനെയാണ് ഇൻഫർമേഷൻ ചാനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. അപ്പോൾ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ബ്ലോക്സ് ആണ്. സോ ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഡൊമൈനിൽ തന്നെ നിന്ന് ലൈറ്റ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻവോൾവ് ആവില്ല. ലൈറ്റ് സിഗ്നൽസിന് വീക്കായിട്ടുള്ള ലൈറ്റ് സിഗ്നൽസിന് അതേപോലെ ബൂസ്റ്റപ്പ് ചെയ്യലാണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിൻ്റെ റോൾ. നൗ വി ഹാവ് റിപ്പീറ്റേഴ്സ്. അപ്പോൾ റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി നമ്മൾ നേരത്തെ ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഓൾറെഡി കണ്ടതാണ്. ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു, എഗെയിൻ ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് റിപ്പീറ്റർ അല്ലെങ്കിൽ റീജനറേറ്റർ. ഓക്കെ, സോ ഇത് സാധാരണ ഡിജിറ്റൽ സിസ്റ്റംസിലാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ആ സിഗ്നൽസിനെ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് റീജനറേറ്റ് ചെയ്യും. ഒറിജിനൽ സിഗ്നലായിട്ട് റീജനറേറ്റ് ചെയ്യുന്ന റോൾ ആരുടെയാണ്, റിപ്പീറ്റേഴ്സ്. സോ റിപ്പീറ്റേഴ്സിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻവോൾവ് ആണ്. ബട്ട് വെറാസ് ഇൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ലൈറ്റ് സിഗ്നൽസ് മാത്രമാണുള്ളത്. ലൈറ്റ് സിഗ്നൽസിനെ അതേപോലെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ.
ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്താ ഡിറ്റക്ട് ചെയ്യുന്നത്? ലൈറ്റ് സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ റിസീവർ എൻഡിലാണ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ഉണ്ടാവുക. സോ ദിസ് ഒപ്റ്റിക്കൽ വേവ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ എ ഫോട്ടോ ഡിറ്റക്ടർ. അപ്പോൾ ഈ ഫോട്ടോ ഡിറ്റക്ടർ എന്ത് ചെയ്യും? അതിനെ ഒരു ഇലക്ട്രിക് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ദിസ് ഇലക്ട്രിക് കറണ്ട് വിൽ കണ്ടെയ്ൻ ദി ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ. നൗ ഈ ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഈ കിട്ടിയ സിഗ്നലിനെ എഗെയിൻ ഫിൽറ്ററിങ് ചെയ്യും. അതിനുശേഷം ആംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്. സോ സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സിഗ്നലിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും, പിന്നെ ആംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവിടെ സിഗ്നൽ പ്രോസസ്സിംഗ് സർക്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഫിൽറ്റർ ചെയ്താൽ മാത്രമേ നമ്മുടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. നൗ ലാസ്റ്റ് വൺ, മെസ്സേജ് ഔട്ട്പുട്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി സെൻഡ് ചെയ്ത മെസ്സേജ് ചിലപ്പോൾ ഒരു സൗണ്ട് വേവ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് സിഗ്നൽ ആവാം. ഓക്കെ, സോ അതിനെ നമുക്ക് അതുപോലെ റിട്രീവ് ചെയ്യണം. സോ അറ്റ് ദി എൻഡ് നമ്മളതിനെ നമ്മളെ റിസീവർ എൻഡിൽ നമ്മൾ ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് ആ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റിയാലേ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഡാറ്റേനെ റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സംടൈംസ് ഈ ഡാറ്റേനെ അല്ലെങ്കിൽ ഈ സിഗ്നൽസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സോ അതർ മെഷീൻസിലേക്കോ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ത്രൂ ഫൈബർ സിസ്റ്റം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തത്. സോ ഇനി എല്ലാവരെയും അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.